പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു സംഭവം. എന്റെ അമ്മയും അച്ഛനും പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാർ എപ്പോഴും പ്രാർത്ഥിക്കും, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എന്റെ കയ്യിൽ കൊന്തയുണ്ട്. അപ്പം ഞാൻ കൊന്തയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എനിക്കൊന്ന് ഒരു കൊന്തയൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. റിസൾട്ട് വരുമെന്ന് അറിയായിരുന്നു. മാർച്ച് 2 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് മുതൽ എനിക്ക് ടെൻഷൻ എന്ന് വരും എന്ന്. അപ്പം ഇന്നലെയും റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തോ അറിയാണ്ട് ഒരു ഉള്ളിന്നൊരിത് ഇന്ന് മിക്കവാറും വരുമായിരിക്കും, ഇന്ന് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടൊന്ന് ഞെട്ടി, കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിൽ ആയി. നിയോഗമായിട്ട് വെച്ചേക്കായിരുന്നു അല്ലേ? ഇങ്ങനെ നിയോഗം തന്നെയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് ഇനി എക്സാം എനിക്ക് എഴുതാണ്ട് എനിക്ക് ആദ്യമേ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുക്കണം, 2 ഡിജിറ്റ് റാങ്ക് മേടിക്കണം. ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 15 ആണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതെനിക്കൊരു ആങ്കർ ആയിരുന്നു. പക്ഷെ 57 കിട്ടിയതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്.